വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ ഇൻഫോപാർക്ക്, ഇൻഫോടെക് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് അടിപൊളിയായിട്ടുള്ള ജോബ് വേക്കൻസികൾ വന്നിട്ടുണ്ട്. അതിൽ മെയിനായിട്ടുള്ള 2 ജോബ് വേക്കൻസികളാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. ഇതിൽ നമ്മൾ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കും ഒക്കെ അപ്ലൈ ചെയ്യാം. ഫ്രഷേഴ്സ് ആണ്, എക്സ്പീരിയൻസ് ഇല്ല എന്ന് കരുതി നിങ്ങൾ അപ്ലൈ ചെയ്യാതെ മടിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. ഇവർ ഫ്രഷേഴ്സിനും ചാൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് സാലറി വരിക 10,000 ആയിരിക്കും സ്റ്റാർട്ടിങ് വരിക. അതിനുശേഷം നമുക്ക് ഇൻക്രീസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇതിൽ അപ്ലൈ ചെയ്യേണ്ടതെന്നും അപ്ലൈ ചെയ്യാനുള്ള മെയിൽ ഐ ഡിയും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്ക് പറയുന്നുണ്ട്. നിങ്ങൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. ഓരോ ആപ്ലിക്കേഷനും സെൻഡ് ചെയ്യേണ്ട മെയിൽ ഐ ഡി ഞാൻ ഓരോ വീഡിയോയുടെ കൂടെ തന്നെ പറയുന്നുണ്ട്. ആ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കണം. റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്താൽ അവർ നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇപ്പം നിങ്ങൾ ആ സ്ഥലത്തുള്ള എന്ത് വെച്ചാൽ ഇൻഫോപാർക്ക്, കൊച്ചി, തിരുവനന്തപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് പോയിട്ടും എന്ത് ചെയ്യാൻ പറ്റും, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് കുട്ടികൾ അവിടെ ഇൻ്റർവ്യൂ ഡെയിലി മന്ത്ലി ഒക്കെ ഒന്നായിട്ട് അറ്റൻഡ് ചെയ്യാറുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ പോയി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ കൊച്ചിയിലായിരുന്നു അറ്റൻഡ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ പോയി അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യുക. അപ്പം മെയിനായിട്ടുള്ള 2 ജോബ് വേക്കൻസികളാണ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ ഫുൾ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജോബിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് കണ്ടാലോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഷെയർ ചെയ്ത് തരാൻ പോകുന്ന ജോബിൻ്റെ പേര് പറഞ്ഞിട്ടെന്ന് പറഞ്ഞാൽ വർക്ക് പ്രസ് ഡെവലപ്പർ എന്നാണ് ജോബിൻ്റെ പേര് വരിക. അപ്പം നിങ്ങൾ റെസ്യൂമിനകത്ത് നമ്മൾ ഈ സബ്ജക്റ്റ് ടൈറ്റിൽ പോലെ നമ്മൾ എന്ത് കൊടുത്തിരിക്കണം, വർക്ക് പ്രോസസ് ഡെവലപ്പർ ഒന്ന് കൊടുത്തിരിക്കണം. ഇതിൻ്റെ കമ്പനി എന്ന് പറയുന്നത് ഇൻസ്പെക്ട് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് കമ്പനി വരിക. ലൊക്കേഷൻ വരുന്നത് ഇൻഫോ പാർക്കാണ്. സാലറി വരിക 10,000 മന്ത്ലി. നമുക്ക് 10,000 രൂപയായിരിക്കും കിട്ടുക. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് അനുസരിച്ചുള്ള സാലറി അവർ ഇൻക്രീസ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ളവർക്കായിരിക്കും സ്റ്റാർട്ടിംഗ് എന്ന് പറഞ്ഞ് 10,000 അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പം 2-3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ 10,000-ൽ കൂടുതൽ സാലറി പ്രതീക്ഷിക്കാം. പിന്നെ എക്സ്പീരിയൻസ് അവർ പറഞ്ഞിരിക്കുന്നത് 6 മന്താണ്. നമുക്ക് ഒരു 6 മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്കിതിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല എന്നോർക്ക് അപ്ലൈ ചെയ്യാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്കും ഫ്രഷേഴ്സിനും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നല്ല അടിപൊളിയായിട്ടുള്ള റെസ്യൂമൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു CV റെസ്യൂമൊക്കെ എന്ത് ചെയ്യണം, തയ്യാറാക്കി വെക്കണം. എന്നിട്ട് നിങ്ങളുടെ CV അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു ഇംപ്രഷൻ തോന്നണം. ഇപ്പോൾ ഇവരെ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഇവരെ കോൺടാക്റ്റ് ചെയ്യാം, നല്ല റെസ്യൂമാണെന്ന് തോന്നുന്നതൊക്കെ രീതിയിലുള്ള റെസ്യൂംസൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ സെൻറ്ററിലൊക്കെ പോയി പ്രിപ്പയർ ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മെയിൽ ഐ ഡിയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഹൗ ടു അപ്ലൈ, അവർ ഒന്ന് മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പം കോൺടാക്ട് നമ്പർ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവരോട് കോൺടാക്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഈ മെയിൽ ഐ ഡിയിലേക്ക് നിങ്ങളുടെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കുക. റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കുമ്പോൾ സബ്ജക്റ്റ് ടൈറ്റിലായിട്ട് ഞാൻ പറഞ്ഞതുപോലെ ആപ്ലിക്കേഷൻ ഫോർ വേൾഡ് പ്രസ് ഡെവലപ്പർ എന്ന് കൊടുത്തിരിക്കണം. അതിപ്പോൾ ഇതിനെന്നല്ല, നിങ്ങൾ ഏതെങ്കിലും വേറെ പോസ്റ്റിലേക്ക് അയച്ചാലും ആ ഒരു പോസ്റ്റിൻ്റെ പേര് എന്ത് കൊടുത്തിരിക്കണം, സബ്ജക്റ്റ് ലൈനായിട്ട് കൊടുത്തിരിക്കണം. അപ്പോൾ ഇതിന് താല്പര്യമുള്ളവർ നിങ്ങൾ ആ മെയിൽ ഐ ഡിയിലേക്ക് എന്ത് ചെയ്യുക, റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുക്കുക. പിന്നുള്ള 2ാമത്തെ ജോബിൻ്റെ വേക്കൻസി എന്ന് പറയുന്നത് IT സെയിൽസ് എക്സിക്യൂട്ടീവ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് BCA MBA ഒക്കെ കഴിഞ്ഞവർക്ക് ഈ ഒരു ജോബിനേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. IT സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നാണ് ജോബിൻ്റെ ഡീറ്റെയിൽസ് വരിക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷനെ പറ്റിയോ റൂൾസ് ആൻഡ് റെഗുലേഷനൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ മതി. അവരത് നമുക്ക് എന്ത് പറഞ്ഞു തരും. അല്ലെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യില്ല. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കോൺടാക്റ്റ് ചെയ്യുമ്പോഴത്തേനും നിങ്ങൾക്ക് എന്തെങ്കിലും
റെസ്പോൺസിബിലിറ്റിയെക്കുറിച്ചോ ഈ ജോബിൻ്റെ അതോറിറ്റിയെ പറ്റിയോ അങ്ങനത്തെ എന്ത് കാര്യങ്ങളുടെ ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങളത് നോട്ട് ചെയ്തിട്ട് അവർ കോൺടാക്റ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിന് IT സെയിൽസ് എക്സിക്യൂട്ടീവിൻ്റെ ജോബിന് എക്സ്പീരിയൻസ് അവർ പറഞ്ഞിരിക്കുന്നത് 1-2 ഇയേഴ്സ്, 1 വർഷമോ 2 വർഷത്തിനോ ഇടയ്ക്ക് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിന് അപ്ലൈ ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് ഇൻഫോ പാർക്ക് കൊച്ചിയാണ് വരിക. അപ്പം അവർ കോൺടാക്റ്റ് ചെയ്യാനുള്ള മെയിൽ ID കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മെയിലിലേക്ക് ഇനി പറഞ്ഞ പോലെ തന്നെ റെസ്യൂം സെൻഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ സബ്ജക്റ്റ് ടൈറ്റിലായിട്ട് ഇവിടെ IT സെയിൽസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്ന ഓപ്ഷനും കൂടി കൊടുക്കണം. ഈ 2 ജോബാണ് മെയിനായിട്ട് ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ, സീ യു.